ഇന്ത്യ അമേരിക്ക ബൈലാറ്ററൽ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായാൽ അതിൻ്റെ ബെനിഫിറ്റ് ഏതൊക്കെ സെക്ടറുകൾക്ക് ലഭിക്കും, അതേസമയം ഈ ട്രേഡ് ഡീൽ ഏതൊക്കെ സെക്ടറുകളെ പ്രതികൂലമായി ബാധിക്കും എന്ന ഫാക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. ഇന്ത്യ US ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള വ്യക്തമായ അപ്ഡേറ്റ് ഉണ്ടായിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സിൽ ഹയർ സൈഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായി. അതേസമയം ഇന്ത്യ US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായാൽ അത് ഏതൊക്കെ സെക്ടറുകളെ സഹായിക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. IT, ടെക്സ്റ്റൈൽ തുടങ്ങിയ സെക്ടറുകൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ള പ്രൈമറി അപ്ഡേറ്റ് ആണ് കാണാൻ സാധിക്കുക. അതേസമയം ഇൻഡോ US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായാൽ അത് പ്രതികൂലമായി ബാധിക്കുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ ആയിരിക്കും. ഇന്ന് പല ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായി. BPCL 2.33%, HPCL 3.28%, ഇന്ത്യൻ ഓയിൽ ഏകദേശം 2.66% ഇടിഞ്ഞു. HPCL 437 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ BPCL 330 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 150 രൂപയ്ക്കടുത്തും മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ 144 രൂപയ്ക്കടുത്തുമായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായ സഡൻ സർജിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായത്. ഇനി ബ്രന്റ് ക്രൂഡിൻ്റെ വില വർദ്ധിച്ചതിന് പിന്നിലെ ഒരു പ്രധാന കാരണം റഷ്യയിലെ പ്രമുഖ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായ ലുക്കോയിൽ, റോസ് നെഫറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് മുകളിൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഉക്രൈൻ വാറിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ ഓയിലിന് മുകളിൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ വർധനവുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ റിലേറ്റഡ് സാങ്ഷൻ റോസ് നെഫ്റ്റ്, ലുക്കോയിൽ തുടങ്ങിയ പ്രൈവറ്റ് റഷ്യൻ കമ്പനികൾക്ക് മുകളിൽ, അതായത് സ്റ്റേറ്റ് ഓൺഡും പ്രൈവറ്റും റഷ്യൻ കമ്പനികൾക്ക് മുകളിൽ ഏർപ്പെടുത്തി. ഇവിടെ റഷ്യയുടെ എനർജി എക്സ്പോർട്ടിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയെ തുടർന്ന് UKയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ സാങ്ഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായത്. ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ എന്തുകൊണ്ട് ഇടിയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലേക്കുള്ള ക്രൂഡിൻ്റെ 34% ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. റിലയൻസ് ഇൻഡസ്ട്രി റഷ്യൻ ഓയിൽ അല്ലെങ്കിൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടറുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ ക്രൂഡിന് മുകളിൽ ഏർപ്പെടുത്തിയ സാങ്ഷൻ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഇമ്പോർട്ടിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബയലാറ്ററൽ ഡീൽ ഒപ്പുവെക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കണ്ടീഷൻ ഇന്ത്യ റഷ്യൻ ഓയിലിന് മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കണമെന്നാണ്. ഈ വർഷ അവസാനത്തോടുകൂടി റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് 40% കുറച്ചുകൊണ്ട് വരണമെന്നുള്ള വ്യവസ്ഥ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് അപ്ഡേറ്റാണ്. HPCL, BPCL, IOC തുടങ്ങിയ കമ്പനികൾ ഡയറക്റ്റ് റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും ഇൻ്റർമീഡിയറി കമ്പനി വഴി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഓവറോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. പല ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്കുകളുടെ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും അവിടെ നമ്മൾക്ക് ഡബിൾ ടോപ്പ് രീതിയിലുള്ള ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും. BPCL 330 ട്രേഡ് ചെയ്യുന്നു. BPCLന് 330 സപ്പോർട്ടുമുണ്ട്. 330 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഓരോ 10 രൂപ ഡൗൺ സൈഡിലും സപ്പോർട്ടുണ്ട്. 320, 310 തുടങ്ങിയവയാണ് അടുത്ത പ്രധാന സപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഹിൻഡ് പെട്രോ എന്ന സ്റ്റോക്കിലും ഡബിൾ ടോപ്പ് രീതിയിലുള്ള ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്യുകയും നെക്ക് ലൈൻ സപ്പോർട്ടിനടുത്തേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തു. ഇനി ഇൻഡോ US ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായാൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സെക്ടറുകളിലേക്ക് കടക്കാം. ഏറ്റവും അധികം ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളത് ടെക്സ്റ്റൈൽ സെക്ടറാണ്. ഇന്ന് ടെക്സ്റ്റൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായി. പല സ്റ്റോക്കുകളും ഇൻട്രാഡേയിൽ 10% ഉയർന്നെങ്കിലും കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ക്ലോസിംഗ് 14% ഹയർ സൈഡിൽ നൽകി. കൂടാതെ KPR മിൽസ് 5.89%, P&G 6.65%, SA അപ്പാരൽസ് 1.24%, ട്രൈഡൻറ്റ് 1.88%, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് 7.19% ഉയർന്നു. ഇവിടെ ട്രേഡ് ഡീൽ ഏറെക്കുറെ ഫൈനലാകും എന്ന രീതിയിലുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത്. ഇവിടെ ട്രേഡ് ഡീൽ ഫൈനലാകുന്നതിന് വേണ്ടി ജനറ്റിക്കലി മോഡിഫൈഡ് അമേരിക്കൻ ആഗ്രോ പ്രൊഡക്റ്റുകളെ ഇന്ത്യൻ മാർക്കറ്റിൽ അനുവദിച്ചേക്കും എന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. കൂടാതെ ക്രൂഡ് ഇമ്പോർട്ടിന് ഇന്ത്യ റഷ്യയ്ക്ക് മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബയലാറ്ററൽ ട്രേഡ് ഡീലിലേക്ക് കാര്യങ്ങൾ നടക്കുന്നത്.
ഇവിടെ ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കുന്നത് ഗാർമെൻറ്റ് സെക്ഷനിലാണ് എന്ന് പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റാണ് US. ഇന്ത്യക്ക് മുകളിൽ US 50% താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് നേരിടേണ്ടി വന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ്. ഇവിടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് 10.34% ഇടിയുകയും ചെയ്തു. അമേരിക്കയുടെ ടോട്ടൽ അപ്പാരൽ ഇമ്പോർട്ട് $80 ബില്യൺ ആണെങ്കിൽ അതിൻ്റെ $4.8 ബില്യൺ ഇമ്പോർട്ട് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. കൂടാതെ ഇന്ത്യ $5.2 ബില്യൺ പുറത്തുള്ള ടെക്സ്റ്റൈൽസ് US മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ഇൻഡയറക്റ്റ്ലി ഇന്ത്യയുടെ GDPയുടെ തന്നെ 12% ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇവിടെ 50% അഡീഷണൽ താരിഫ് 10 മുതൽ 15% ചുരുങ്ങുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ടെക്സ്റ്റൈൽ സെക്ടറിന് ലഭിച്ചേക്കും. അതുകൊണ്ടാണ് ടെക്സ്റ്റൈൽ സെക്ടർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. മറ്റൊരു സെക്ടർ IT സെക്ടറാണ്. ഇന്ന് മാർക്കറ്റ് ഓവറാൾ വീക്കായിട്ടും IT ഇൻഡെക്സ് 3% ഉയരുകയും നിഫ്റ്റി IT 2.4% ഉയർന്ന് ഗ്രീൻ സോണിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ IT സർവീസുകൾക്ക് മുകളിലുള്ള ടാക്സ് കുറയുന്നത് IT കമ്പനികളെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പല IT സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം വന്നത്. കൂടാതെ Indo-US ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ 50% നിന്നും താരിഫ് 15 മുതൽ 16% കുറയുന്നതും ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. IT സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ച മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഇൻഫോസിസിൻ്റെ ബൈബാക്കാണ്. ഇൻഫോസിസ് 18,000 കോടി ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് ടോട്ടൽ ഇഷ്യൂ ചെയ്തതിൻ്റെ ബൈബാക്ക് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും IT സെക്ടറിലെ സ്റ്റോക്കുകൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്